തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ്. വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു വചനം. അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരു, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ഒരു ശക്തിയെക്കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണിത്. ഈശോയും ശിഷ്യരും നടന്നു പോകുമ്പോൾ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും 12 മുതൽ 14 വചനങ്ങളിൽ ഈശോ ബഥാനിയിൽ നിന്ന് വരുമ്പോൾ ഈശോയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവരുടെ ശിഷ്യന്മാർ ഇത് കേട്ടു. നടന്നു പോകുമ്പോൾ അത്തിമരം കണ്ട് അതിൽ ചെന്ന് അത്തിപ്പഴം നോക്കുകയും അത്തിപ്പഴം കാണുന്നില്ല. ഈശോ അതിനെ ശപിക്കുകയും ചെയ്തു. എന്നിട്ട് അടുത്ത വചനം എഴുതിയിരിക്കുകയാണ്, അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈശോ എത്ര ക്രൂരനായിട്ടാണ് പെരുമാറിയത്. അത്തിപ്പഴം കണ്ടില്ല, ഉടനെ അതിനെ ശപിക്കുകയും അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്നും. ഓരോ ഫ്രൂട്ട്സിനും ഫലം പ്രാപിക്കാനായിട്ടുള്ളൊരു സീസണുണ്ട്, അതൊക്കെ നമുക്കറിയാം. അപ്പം ഈശോ എന്താകാം ഇങ്ങനെ ചെയ്തതെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്തയായിരുന്നു. പിന്നീട് കഴിഞ്ഞ നാളുകളൊക്കെ വായിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. അത്തിപ്പഴത്തിന് അവിടെ ആ നാളുകൾ ആ ദേശത്തെ അത്തിമരത്തിന് പ്രത്യേകതയുണ്ട്. ഒരു കാലത്താണത് കായ്ക്കുകയുള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ അത് കായ്ക്കാനുള്ള അത്തിമരമാണെങ്കിൽ അതിൽ കുഞ്ഞു കുഞ്ഞു കായകൾ കാണും, തലക്കനി എന്ന് പറയും. അത് കായ്ക്കാനുള്ളൊരു ലക്ഷണമാണിത്. അപ്പോൾ ഈശോ ചെന്ന് നോക്കിയത് വിശക്കുന്നുണ്ടെങ്കിൽ അത്തിപ്പഴം പറിച്ചു തിന്നാനാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈശോ അത്തിമരത്തെ പോയി നോക്കിയപ്പോൾ അത് തളിരിട്ട് നിൽക്കുകയാണ്. പുറത്തെല്ലാം ഭയങ്കര ഇലകളുണ്ട്. പക്ഷെ അതിലൊരു തലക്കനിയും കണ്ടില്ല, കായ്ക്കാനുള്ള ലക്ഷണം കണ്ടില്ല. ഒരു 1-2 കുഞ്ഞു കായ്കൾ അവിടെ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ അത്തിമരത്തെ കർത്താവ് ശപിക്കാൻ കാരണമുണ്ട്. അത് കായ്ക്കാനേ പ്ലാനില്ല. അതിങ്ങനെ എല്ലാ വളവും പ്രാപിച്ചെടുത്ത് തടിച്ച് കൊഴുത്തു നിൽക്കുകയാണ്. പക്ഷേ ഒരു തലക്കനിയും അല്ലെങ്കിൽ കായ്ക്കാനുള്ള മുന്നോടിയായി ഒരു കനിയും അതിൻ്റെ അകത്തില്ല. അങ്ങനെയുള്ളത് കൊണ്ട് ഈശോയ്ക്ക് മനസ്സിലായി ഇത് നിന്നിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് കർത്താവ് അതിനെ ശപിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത് ശിഷ്യന്മാർ കേട്ടു. അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോഴാണ് അത് ഉണങ്ങിപ്പോരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈശോയോട് അവർ അത്ഭുതത്തോട് ചോദിക്കുക, നോക്കൂ ഗുരു, ആ അത്തിവൃക്ഷം അത് ഉണങ്ങിപ്പോയല്ലോ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിക്കുക. ഇനി ഈശോ ഒരു വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്, വിശ്വാസം. വിശ്വസിച്ചാൽ ഈശോ എല്ലാം തരും. വിശ്വസിച്ചാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. എന്നിട്ട് കർത്താവ് ഒരു ഉപമ പറഞ്ഞു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അത് അവന് സാധിച്ചു കിട്ടും. എന്നിട്ട് ഈശോ പറഞ്ഞു, ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്ത് പ്രാർത്ഥിച്ചാലും അത് ഈശോ തരും. പക്ഷേ വിശ്വാസം അത് വളരെ വളരെ വലുതാണ്. ഒത്തിരി ജീവിതങ്ങൾ നമ്മൾ കാണാൻ പറ്റും. ഒരിക്കൽ പുറത്ത് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഒരു മനുഷ്യൻ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുകയാണ്.
അദ്ദേഹത്തിൻ്റെ മകന് RBC കൗണ്ട് എണ്ണാൻ പോലും പറ്റില്ല, കൗണ്ട്ലെസ്. വലിയൊരു അവസ്ഥയാണ്. മോൻ ബ്ലഡ് ഛർദ്ദിക്കുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു ഇത് ബ്ലഡ് ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട്. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. RBCക്ക് ബോൺമാരുടെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല. ഇവരിങ്ങനെ വളരെ സങ്കടത്തോടെ ഇവരിങ്ങനെ പ്രാർത്ഥിച്ചു. മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അവർക്ക് തിരിച്ചൊരു മറുപടി അയച്ചു. അവരെ ഒരിക്കൽ പോലും കണ്ടുമുട്ടാൻ സാധ്യതയില്ലാത്ത മനുഷ്യർ. അവരോട് ഞാൻ പറഞ്ഞു, വിശുദ്ധ കുർബാനയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കണം. തിരുരക്തം മുക്കിയ തിരുവോസ്തി സ്വീകരിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എല്ലാ ദിവസവും സ്വീകരിക്കണം. അവർ ഓർത്തഡോക്സ് ഫാമിലിക്കാർ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ പറ്റാത്ത മനുഷ്യർ. എന്നിട്ടും അവർ കത്തോലിക്ക പള്ളികളിൽ പോയി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് ഈ മകൻ മനസ്സിലെടുത്ത് വെച്ചു. അവൻ കേട്ടോണ്ടിരിക്കുക, വോയിസ് മെസ്സേജ് അയച്ചത്. അങ്ങനെ 12 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അവൻ ബാത്റൂമിലേക്ക് പോകാനുള്ള വഴിയിൽ വെച്ച് ഈ മകൻ എന്നോട് സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. അവൻ്റെ മനസ്സിലൊരു സ്വരം ഇങ്ങനെ പറയുകയാണ്, ഇന്ന് ഹോസ്പിറ്റലിൽ പൊക്കൊള്ളുക, നിന്റെ രോഗം പൂർണ്ണമായി ഭേദമായി. അവൻ്റെ സ്വരം ആ സ്വരം കേട്ടിട്ട് അവൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, എന്നോട് ഇങ്ങനെ ഒരു സ്വരം വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ആശുപത്രിയിൽ പൊക്കോ, എൻ്റെ അസുഖം ഭേദമായെന്ന്. അവർ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ അവൻ്റെ ബ്ലഡിൽ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയും ഈ മോനും കൂടി കണ്ണുനീരോടെ മുമ്പിൽ വന്നിരുന്ന് ഈ ഒരു കഥ പറഞ്ഞപ്പോൾ, ഈ ഒരു അനുഭവം പങ്കുവെച്ചപ്പോൾ വിശ്വാസത്തിൻ്റെ ആഴമാണ് ഞാൻ ഇവിടെ തിരിച്ചറിഞ്ഞത്. പറയുന്ന എനിക്ക് പോലും അത്രത്തോളം വിശ്വാസമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കേട്ട ആ ജീവിതങ്ങൾ തിരുരക്തത്തിൽ നിൽക്കുന്ന യേശുവിൻ്റെ സജീവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഓടി വിശുദ്ധ കുർബാനയിലേക്ക്. അപ്പനെ അമ്മയേക്കാൾ വിശ്വാസമായിരുന്നു രോഗിയായ +2 പഠിക്കുന്ന ആ ചെറുപ്പക്കാർ, ആ കുഞ്ഞു കൊച്ചിന്. അവൻ്റെ വിശ്വാസത്തിൻ്റെ മേൽ സ്വർഗം ഇടവിട്ട് അവൻ്റെ രോഗം പൂർണ്ണമായി കർത്താവ് സൗഖ്യപ്പെടുത്തി കൊടുത്തു. ഈശോ എന്താ പറഞ്ഞേ? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തിൻ്റെ ഉറവിടം എന്താണ്? അത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം. അല്ലാതെ ആരെങ്കിലും തലയെ കൈവച്ചാൽ കിട്ടുന്ന ഒന്നല്ല വിശ്വാസം. ഈശോ എനിക്ക് വിശ്വാസം തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരാളുടെ കൈ നേരെയാകുന്നതും ഒരാളുടെ ക്യാൻസർ സുഖപ്പെടുന്നതും അല്ല എൻ്റെ വിശ്വാസം വർദ്ധിക്കുക. എൻ്റെ വിശ്വാസം എൻ്റെ ദൈവം എനിക്ക് തരണം. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം തൊട്ടിറങ്ങുന്ന ചില അനുഭവങ്ങൾ എനിക്ക് വേണം. അങ്ങനെ വരുമ്പോഴാണ് എൻ്റെ വിശ്വാസം വർദ്ധിക്കുക. എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ വചനം ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ വിശ്വാസം വർദ്ധിക്കുക. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ്, ഉറവിടം, അത് പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ കാര്യം, വിശ്വാസം നിനക്ക് വേണോ? നീ പ്രാർത്ഥിക്കണം. വിശ്വാസം നിന്നിൽ ജ്വലിക്കാൻ തുടങ്ങണോ? നീ പ്രാർത്ഥിക്കണം. വിശ്വാസത്തിന് വേണ്ടി തന്നെ നീ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ കാര്യം, വിശ്വാസത്തിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് യേശുവിൻ്റെ വചനമാണ്. യേശുവിൻ്റെ വചനം ആര് വായിക്കുന്നോ, ആര് വചനത്തെ ചേർത്ത് പിടിക്കുന്നോ. ഇപ്പോൾ വിശ്വാസമില്ലാത്തൊരു മകനാ, ആ മകൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കും, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ മകൻ ഈ വചനം ആവർത്തിച്ച് പറയാൻ തുടങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിന് മാറ്റം വരികയാണ്. അവൻ കാണും അടുത്ത ദിവസം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ. വചനം നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും. വചനം നമ്മുടെ ജീവിതത്തിന് ആഴപ്പെട്ട് നിൽക്കാൻ തുടങ്ങും. സ്വർഗത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ വരും. പ്രിയപ്പെട്ടവരെ, ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും വിശ്വാസമില്ലാതെ എനിക്കോ നിങ്ങൾക്കോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ഹെബ്രായർ 11:6 വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, വിശ്വാസം കൂടാതെ ആർക്കും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. ചിലരൊക്കെ ചോദിക്കില്ലേ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഇതിലൊക്കെ? അപ്പം ഞാനിങ്ങനെ നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റും, ഞാനിത് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് വിശ്വാസമുണ്ടോ? കാരണം ഈശോ വിശുദ്ധ ഗ്രന്ഥ സുവിശേഷം മുഴുവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ സൗഖ്യത്തിന് വേണ്ടി ഈശോ ഏറ്റവും ആദ്യം ചോദിക്കുക, നിനക്ക് വിശ്വാസമുണ്ടോ? എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഒരു വ്യക്തി കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, കർത്താവേ, എൻ്റെ മകനെ സൗഖ്യപ്പെടുത്തണം. ഉടനെ ഈശോ ചോദിക്കും, സൗഖ്യപ്പെടുത്തുമ്പോൾ അതൊക്കെ ഒറ്റ വാക്കോട് കൂട്ടിച്ചേർക്കും, അങ്ങേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ. ഉടനെ ഈശോ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കഴിയുമെങ്കിലെന്നോ. അവിടെ വിശ്വാസം പൂർണ്ണമായിട്ടില്ല, പകുതിയായിട്ടുള്ളൂ. വിശ്വാസത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് കർത്താവിന് മുമ്പിൽ ഫുൾ സറണ്ടറാണ്.
ഇത് ഈശോ ചെയ്തോളും, മാറി നിൽക്കണം. പിന്നെ കൈവല്ലനക്കാൻ പോകരുത്. പിന്നെ കൈവല്ലനക്കാൻ പോയാൽ ദൈവപ്രവൃത്തികളൊന്നും കാണാൻ പറ്റില്ല. കർത്താവ് ഇടപെടും. ഞാനും നിങ്ങളും മാറി നിൽക്കണം. അത് അവൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് മാറി നിന്ന് നോക്കി നോക്കി കാണണം, എന്താ എൻ്റെ ദൈവം ചെയ്യാൻ പോകുന്നത്, എൻ്റെ ദൈവം എന്താ എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. വിശ്വസിച്ചാൽ വലിയ വലിയ അടയാളങ്ങൾ സ്വർഗം എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യും. ഇനി ഈ വിശ്വാസം എനിക്ക് കിട്ടണമെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കണം, സറണ്ടർ ചെയ്യണം, കൊടുക്കണം. കർത്താവേ, ഞാൻ ഇവിടെ നിൽക്കുക, എങ്ങോട്ടും പോകുന്നില്ല, സറണ്ടർ ചെയ്തോണം ഒരു സ്ഥലത്തേക്ക്. അവിടെ ഒരു കാര്യം കേൾക്കുന്നുണ്ട്, ഉടനെ അങ്ങോട്ട് ഓടരുത്. ഇവിടെ ഒരു കാര്യം കേൾക്കുന്നുണ്ട്, ഇങ്ങോട്ടോട് ചലിക്കരുത്. ഫുൾ കർത്താവിന് മുമ്പിൽ സറണ്ടർ ചെയ്ത് അവിടെ നിൽക്കണം. ഒരു വ്യക്തി സ്കൂൾ നടത്താൻ ആഗ്രഹിച്ചു. സ്കൂൾ നടത്താൻ ആഗ്രഹിച്ചപ്പോൾ CBSE സ്കൂളുകളാണ്. അപ്പോൾ അതിൻ്റെ NOC അംഗീകാരങ്ങൾ, അഫിലിയേഷനൊക്കെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ നാളുകളിൽ. അപ്പോൾ ഈ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് കൊടുത്തൊരു പ്രേരണ, സക്രാരിയെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനുള്ള സാഹചര്യമുണ്ട്. കാരണം അച്ഛൻ്റെ സ്കൂൾ നടത്തുന്നതാണ്. അപ്പോൾ അച്ഛന് അതിനുള്ള സാഹചര്യമുണ്ട്. അച്ഛൻ എന്നും രാവിലെ കുർബാനയ്ക്ക് വരുമ്പോൾ സക്രാലിലിരിക്കുന്ന കർത്താവിനെ കെട്ടിപ്പിടിച്ചങ്ങ് പ്രാർത്ഥിക്കും. കർത്താവെ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്, ഈ സ്കൂളിന് ഒരു അംഗീകാരം വേണം. ഗവൺമെൻറ് പല പല കാര്യങ്ങൾ, പേപ്പറുകൾ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എനിക്കത് തരണം. കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ എല്ലാ ദിവസവും കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കും. ജൂൺ മാസമായപ്പോഴേക്കും അനങ്ങാതിരുന്ന പേപ്പർ അനങ്ങാൻ തുടങ്ങി. അതൊക്കെ എങ്ങോട്ടും പോയില്ല, കാരണം എല്ലാം സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ പെൻഡിങ് അവിടെ നിർത്തിയിരിക്കുകയാണ്. എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പറയാവുന്ന ആളുകളോടൊക്കെ റെക്കമെൻഡ് ചെയ്തു, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഈ സക്രാരി ഇങ്ങനെ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ ബാക്കി മൊത്തം സക്രാലിരുന്ന് ഈശോ ചെയ്യാൻ തുടങ്ങി. എന്ന് അച്ഛൻ പറയുകയാ, ഇനി +2 അംഗീകാരം കിട്ടണമെങ്കിലും എനിക്ക് പേടിയൊന്നുമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് അടുത്ത സ്കൂളിൽ ഒരു കോളേജ് തുടങ്ങണോ, എൻ്റെ കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് എനിക്ക് തന്നോളൂ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ വിശ്വസിച്ചാൽ പിന്നെ ആ വിശ്വാസം മാറില്ല. അവിടെ നിരാശ വരില്ല. നിരാശയില്ല. പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചാലും നിരാശയില്ല. പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളൊക്കെ വലിയ ക്യാൻസർ രോഗത്തിനൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ കാണാൻ പറ്റും. അപ്പോൾ ചിലരുടെയൊക്കെ അടുക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പോലും അതിശയിച്ചു പോകും. എനിക്കൊരു ചേച്ചിയുണ്ട് എൻ്റെ മഠത്തിന് തൊട്ടടുത്ത്. ആ ചേച്ചിക്ക് അറിയാം, ചേച്ചിക്ക് വലിയ ക്യാൻസർ ആണെന്നും ആഴ്ചകൾ പോലും ഇനി ജീവിക്കില്ലെന്നും ഒക്കെ അറിയാം. ആ ചേച്ചി വലിയ വലിയ വേദനയോടെ കടന്നു പോവുകയാണെന്ന് എനിക്കറിയാം, രോഗത്തിൻ്റെ പീഡകൾ. പക്ഷെ ചേച്ചി അടുത്ത് വന്നിരുന്നിട്ട് പറയും, സിസ്റ്ററെ, ഈ വേദന മൊത്തം കാഴ്ചവെച്ചേക്കുവാ സിസ്റ്ററിന്. സിസ്റ്റർ കുറേ പേരെ കൂടി ഈശോയ്ക്ക് വേണ്ടി നേരണം. എന്നിട്ട് ചേച്ചി കൂട്ടിക്കൂടി വരും കുറേ പേരെ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ, ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ. ആ സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റില്ല. രാജഗിരി ഹോസ്പിറ്റലിൽ ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ചേച്ചിയാണ്. ചേച്ചി ജീവിക്ക് ഒരാഴ്ച എന്ന് പറഞ്ഞു. ഒരു 3-4 മാസം കൂടി ജീവിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച ലോണി ചേച്ചി സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിലേക്ക് ആ ചേച്ചി പറന്നു എന്ന് പോയപ്പോൾ എനിക്ക് ഉറപ്പാ, ചേച്ചി വിശ്വസിച്ചു. അത് മാത്രമല്ല, ചേച്ചി അനേകരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ചേച്ചിക്ക് വിശ്വാസമില്ലായിരുന്നെങ്കിൽ, ഈ ക്യാൻസർ എനിക്ക് തന്ന കർത്താവിനെ പഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ ചേച്ചിയുടെ ജീവിതം ഒരു ദിവസം പോലും ആയുസ് നീട്ടിക്കിട്ടില്ലായിരുന്നു. ഈശോ ചേച്ചിയുടെ കൂടെയുണ്ടെന്ന് ചേച്ചിക്ക് ഉറപ്പായിരുന്നു. ഈശോ ചേച്ചിയെ നയിച്ചോളൂന്ന് ചേച്ചിക്ക് ഉറപ്പായിരുന്നു. കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന് വലിയൊരു ബോധ്യമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്ന് പറയുന്നത് പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഈശോ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. റോമ 8:28 പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. സകലതും നന്മയ്ക്കായി ക്രമീകരിക്കും. എത്ര വേദനയുണ്ടെങ്കിലും മനസ്സിൽ എപ്പോഴും പറഞ്ഞോണം, ഇത് ഈശോ കാണുന്നുണ്ടല്ലോ, ഇത് ഈശോ അറിയുന്നുണ്ടല്ലോ. ശരിയായിരിക്കും. ജീവനം തുല്യം സ്നേഹിക്കുന്നവരും ചതിച്ചു മാറിപ്പോകുമ്പോഴും വിശ്വാസമുള്ള നീ പറയണം, ഇത് ഈശോ അറിയുന്നുണ്ടല്ലോ. ഈ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തായിരിക്കും ദൈവം അടുത്ത കാര്യം ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു വഴി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും, യേശു തരാൻ പോകുന്ന വഴി വേറൊരു വഴിയാണ്. വളരെ വ്യത്യസ്തമായ വഴി സ്വർഗം എടുത്തു തരാൻ തുടങ്ങും. സ്വർഗം, നമ്മളിപ്പോൾ ഒരു സ്ഥലം വിറ്റ് കടം ബാധ്യത വീട്ടിയേക്കാം എന്ന് വിചാരിച്ച് അവരിങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാകും കർത്താവ് മറ്റൊരു വഴിയിലൂടെ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ഒരു പാർട്ട്ണറെ ഈശോ കൊണ്ടുവന്ന് തരികയാണ്. ഉടനെ സ്ഥലം വിൽക്കേണ്ട, ആ മേഖലയിലൂടെ കർത്താവിന് അവരെ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികൾ ദൈവം നമുക്ക് തുറക്കും. നിരാശയുള്ള വ്യക്തിക്ക് ഒരു വഴിയും കാണാൻ പറ്റില്ല. യോഹന്നാൻ 14:6 കർത്താവിൻ്റെ വചനമുണ്ട്,
ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഈശോദാ പറഞ്ഞേ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ പ്രാർത്ഥനയും ഈ വിശ്വാസവും അനുഗ്രഹത്തിന് നിനക്ക് മുതൽക്കൂട്ടായി നിൽക്കുമ്പോൾ ഒരു കാര്യം ഈശോ 25-ാമത്തെ വചനത്തിൽ ചേർത്ത് വയ്ക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് എന്ത് ലഭിക്കുമെന്ന് ഈശോ പറഞ്ഞു വെക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഈശോ പറയും, എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ആരോടും വെറുപ്പുണ്ടാകരുത്, വിരോധമുണ്ടാവരുത്. ദൈവത്തിൻ്റെ കൃപ ഇറങ്ങാൻ അത് തടസ്സമാണ്. ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, തൊടുപുഴയ്ക്കടുത്ത കാതലായ സ്ഥലത്ത് കുറേയധികം ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, അതൊന്ന് വിൽക്കണം, കാരണം കോടികളാണ് എനിക്ക് കൊടുക്കാനുള്ളത്, അതുകൊണ്ട് സിസ്റ്റർ പ്രാർത്ഥിക്കണം, വിൽക്കണം. അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ച്, പൊക്കോ ചേട്ടാ, ഞാനും പ്രാർത്ഥിച്ചോളാം, ഈശോ ഇടപെടും, 3 പേരെ ഈശോ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അദ്ദേഹം പോയി പ്രാർത്ഥിക്കുവാണ്. 90 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചു. ഒന്നും നടന്നില്ല സിസ്റ്ററെ, 2 പേര് വന്നു, 3-ാമത്തെ ആൾ വന്ന് എനിക്ക് അഡ്വാൻസും തന്നു 1 ലക്ഷത്തിൻ്റെ. പക്ഷേ നടന്നില്ല. കാരണം 2018 ഓഗസ്റ്റ് മാസം 16, 17, 18 തീയതികളിൽ വലിയ വെള്ളപ്പൊക്കം. തൊടുപുഴ ടൗണിൽ അധികം വെള്ളം കയറാത്ത സ്ഥലം, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വെള്ളം നന്നായി അങ്ങ് കയറി. 1 ലക്ഷം കൊടുത്ത ആളുകൾ വന്നിട്ട് പറഞ്ഞു, അഡ്വാൻസ് തിരിച്ച് തന്നില്ലെങ്കിലും വേണ്ട, ഞങ്ങൾക്ക് ആ സ്ഥലം വേണ്ട. അതോടുകൂടി പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലാത്ത വിധത്തിൽ ഈ മനുഷ്യൻ വേദനിച്ചുകൊണ്ട് ചോദിക്കുക, എന്തേ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എന്തേ കർത്താവ് എൻ്റെ കാര്യത്തിൽ ഇടപെട്ടില്ല, വരുമെന്ന് പറഞ്ഞവരൊക്കെ വന്നു, അഡ്വാൻസും തന്നു, 3 ദിവസത്തിനുള്ളിൽ കർത്താവ് എൻ്റെ കൈവിട്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വന്തം അനിയനോട് വർഷങ്ങളായിട്ട് സംസാരിക്കാറില്ല, വീട്ടിൽ പോലും കയറാറില്ല, ദേശത്തെ ഏറ്റവും മാന്യനായ മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തോട് സംസാരിക്കാതിരുന്നിട്ട് എത്രമാത്രം പ്രാർത്ഥിച്ചാലും സ്ഥലം വിൽക്കാൻ ആഗ്രഹിച്ചാലും വെറുപ്പ് വെച്ചുകൊണ്ട് നീ മുട്ടയിൽ നിന്ന് കുരിശിൻ്റെ വഴി മുഴുവൻ ചൊല്ലി തീർത്താലും കർത്താവിൻ്റെ കൃപയൊന്നും ഇറങ്ങില്ല. അവിടെ ക്ലിയർ ആക്കേണ്ടതൊക്കെ ക്ലിയർ ആക്കണം. എവിടെ വെറുപ്പുണ്ടോ, എവിടെ വിരോധമുണ്ടോ, അവിടെ വിശ്വാസത്തിൻ്റെ കൃപയൊന്നും എന്നെയും നിങ്ങളെയും തേടി വരില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ കൃപയൊട്ട് പ്രവർത്തിക്കാനും പോകുന്നില്ല. ദൈവകരം എൻ്റെ ജീവിതത്തിൽ ഇടപെടണമെങ്കിൽ എനിക്ക് വിശ്വാസം വേണം. ഈ വിശ്വാസം കിട്ടാൻ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നിങ്ങൾ ആഗ്രഹിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശ്വാസവരം എന്നെ ജ്വലിപ്പിക്കും വിധത്തിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ സ്വർഗം തരാൻ തുടങ്ങും. ആ സ്വർഗം തരുമ്പോൾ അവൻ്റെ വചനം നീ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ വചനവും നിന്റെ ജീവിതത്തിൽ മാംസം ധരിക്കാൻ തുടങ്ങും. അങ്ങനെ നീ പ്രാർത്ഥിച്ചും വിശ്വസിച്ചും വ്യാപരിക്കുമ്പോൾ നീ ചോദിക്കുന്നൊക്കെ സ്വർഗം തരും. എന്നാൽ സ്വർഗം ഒരു കണ്ടീഷൻ ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുന്നൊക്കെ സ്വർഗം തരണമെങ്കിൽ നിന്റെ മനസ്സിൽ നിനക്കാരോടും ഒരു വെറുപ്പും ഒരു വിദ്വേഷവും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ആവശ്യമെന്ന് പറയുക, വിശ്വസിക്കുന്ന വ്യക്തി വിശ്വാസം ജീവിക്കണം. അപ്പോൾ അവൻ ഇങ്ങനെ ചിന്തിക്കണം, കർത്താവിന് എന്നെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്. നമുക്കറിയാം ജെറമ്യ 29:11 നമ്മളിപ്പോഴും പറയുന്ന വചനം, എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി, ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. ആ കർത്താവിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ വലിയൊരു പ്രതിസന്ധി നിൽക്കുമ്പോഴും നീ എന്ത് ചിന്തിക്കണം? എൻ്റെ കർത്താവ് ബുദ്ധിയുള്ളവനാണ്, അവനറിയാം എന്താ ചെയ്യേണ്ടത്, അവനറിയാം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. വീണ്ടും നമ്മൾ ചിന്തിക്കേണ്ട രണ്ടാമതൊരു കാര്യമുണ്ട്, കർത്താവ് ദയയുള്ളവനാണ്. കർത്താവ് ദയയുള്ളവനാണെന്ന് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൻ്റെ മേൽ നീ ചിന്തിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ കർത്താവിന് ബുദ്ധിയുള്ളവനാണെന്നും അവൻ ദയയുള്ളവനാണെന്നും അവന് നല്ലതേ ചെയ്യാൻ അറിയൂ എന്നും ഞാനും നിങ്ങളും ചിന്തിക്കണം. ഏത് പ്രശ്നത്തിൻ്റെ മേലാണോ ഇന്ന് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ചിന്തിച്ചോണം, കർത്താവിന് നല്ലത് മാത്രമേ ചെയ്യാൻ അറിയൂ. പൂർണ്ണ ഹൃദയത്തോടെ നീ അങ്ങ് ആശ്രയിച്ചോണം. നീ കർത്താവിനെ പരീക്ഷിക്കാൻ പോകരുത്. ചില മക്കൾ വിശ്വസിക്കും, പക്ഷെ ഒപ്പം പരീക്ഷിക്കുകയും ചെയ്യും. പരീക്ഷണം അത് കർത്താവിന് ഇഷ്ടമല്ല. പരീക്ഷിച്ചാൽ ഈശോ ഒന്നും നമ്മളോട് സംസാരിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ പരീക്ഷിക്കാതെ, ട്രേസ് ചെയ്യാതെ ട്രസ്റ്റ് ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താ ഈശോ പറയാൻ പോണത്? ഈശോ എന്നോട് എന്ത് സംസാരിക്കും? പരീക്ഷിക്കരുത്.
ട്രേസ് ചെയ്യാതെ ട്രസ്റ്റ് ചെയ്താൽ കർത്താവ് എല്ലാം തരും. ചിലരെന്നോട് പറയും, സിസ്റ്ററെ 50 ദിവസം കുർബാനയ്ക്ക് പോയേക്കാം, കിട്ടുമോ? കിട്ടുമെങ്കിൽ ഇത് ചെയ്തേക്കാം. കർത്താവിനെ ത്രാസിൽ അളന്ന് നോക്കി തൂക്കി നോക്കുന്ന വിശ്വാസമല്ല, അത് അവിശ്വാസമാണ്. എൻ്റെ ദൈവം ഞാൻ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞു വെക്കുമ്പോൾ അല്ലെ കൊന്തയെല്ലാം പറയുമ്പോൾ അത് കർത്താവിന് വേണ്ടി ചെയ്താൽ അത് വിശ്വാസമല്ല. എൻ്റെ ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഞാനത് ചെയ്താൽ അത് വിശ്വാസമാണ്, അത് അനുഗ്രഹമാണ്, അത് കൃപയാണ്. അല്ലാതെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ ഒന്നും കിട്ടില്ല. യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിച്ച് ഈശോയ്ക്ക് വേണ്ടി, ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി നീ ആഗ്രഹിക്കുക. കർത്താവിന് ഞാനിപ്പോൾ 50 കൊന്ത കൊടുത്താൽ പ്രത്യേകിച്ച് ഒരു മെച്ചവും ഇല്ല. അവൻ്റെ മഹത്വത്തോട്ട് വർത്തിക്കാനും പോകുന്നില്ല. 100 കുർബാനയിൽ ഞാൻ പങ്കെടുത്താലും അവൻ്റെ മഹത്വം ഇനിയോട്ട് വർത്തിക്കേണ്ടതില്ല താനും. അവൻ സർവ്വ മഹത്വ പ്രതാപവാനാ. പക്ഷെ ഇന്ന് പല ജീവിതങ്ങളും കർത്താവിനെ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേഷൻ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ത്രാസിലിട്ട് തൂക്കി നോക്കും. ഇത്രയും 100 കൊന്ത കൊടുത്താൽ, 1000 കൊന്ത കൊടുത്താൽ, +1 പഠിക്കുന്ന കൊച്ചെന്നോട് പറഞ്ഞു, 5000 കൊന്തയാണ് +1 തൊട്ട് +2 വരെ ഞാൻ ചൊല്ലിത്തീർത്തത്. എന്തിനാണെന്നറിയോ? എനിക്ക് +2 ഫുൾ A+ കിട്ടാൻ. എന്നിട്ട് മാതാവ് തന്നില്ലല്ലോ സിസ്റ്ററെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഫുൾ A+നെയാണ് നീ ദൈവമായിട്ട് കരുതുന്നതെങ്കിൽ മാതാവിനെ സ്നേഹിക്കാതെ 5000 അല്ല 10000 കൊന്ത ചൊല്ലിയാലും ദൈവകൃപ ജീവിതത്തിലേക്ക് വരില്ല. വിശ്വാസം ഒട്ട് വർദ്ധിക്കുകയുമില്ല. എനിക്ക് കർത്താവിൻ്റെ ഒരു കച്ചവട ചരക്ക് പോലെയായി മാറും. അതല്ല സ്വർഗം ആവശ്യപ്പെടുക. അതല്ല ഈശോ പറയുന്ന വിശ്വാസം. ഈശോ പറയുന്ന വിശ്വാസം എൻ്റെ ഹൃദയം കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും അവൻ്റെ മുമ്പിൽ അർപ്പണം ചെയ്ത് കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊടുത്ത പരിശുദ്ധ അമ്മയുണ്ടല്ലോ, കൺമുമ്പിൽ ഒരു വഴിയും കാണാതെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ഒരു അമ്മ, അമ്മയെപ്പോലെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിന്നുകൊടുത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച കരങ്ങൾ കുട്ടിപ്പിടിക്കട്ടെ. ഈശോയെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അങ്ങ് അരുളി ചെയ്തല്ലോ. ഈശോയെ, ഇന്ന് അനേകം ജീവിതങ്ങൾ തിരുമുമ്പിൽ കൈകൾ കുട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കാൻ ഈശോ നിന്റെ കരം നീ ഞങ്ങളുടെ മേലെ നീട്ടണേ. ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണേ ഈശോയെ. വിശ്വാസത്തിൽ നിലനിൽക്കാൻ കൃപ തരണേ ഈശോയെ. വിശ്വാസത്തോടെ ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുവാൻ, അടിപതരാതെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.